നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കൂട്ടം നടന്മാർക്ക് നേരെയാണ് ഇപ്പോൾ മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് പീഡന ആരോപണങ്ങളും ലൈംഗിക അതിക്രമ കേസുകളും എല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇക്കാലയളവിലൊന്നും നേരിടാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നുപോകുന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. ഏതായാലും തനിക്ക് നേരെ ഉയരുന്ന വ്യാജ പീഡന ആരോപണത്തിൽ ഇപ്പോൾ നടൻ ജയസൂര്യ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി നടൻ ജയസൂര്യയും ആരോപണ മുനയിലാണ്. പക്ഷേ നടൻ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നടന്റെ പിറന്നാളാണ്. ആ ദിവസമാണ് നടൻ ജയസൂര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. രാവിലെയായിരുന്നു പോസ്റ്റ് ഇട്ടത്. ചില വ്യക്തിപരമായ ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി അമേരിക്കയിലായിരുന്നു. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി തനിക്ക് നേരെ വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെ പോലെ അത് തന്നെയും തകർത്തുവെന്നും ജയസൂര്യ പറയുന്നു. മരവിപ്പുകൾക്കൊടുവിൽ താൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളുമെന്നും പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് എന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജയസൂര്യ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നടൻ ജയസൂര്യ പ്രതികരിച്ചിരിക്കുന്നത്. അതൊരു പോസ്റ്റ് വഴി മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ആ പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് കമന്റ്. ഇത്രയും കാലം നടൻ മുൻപ് പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾക്ക് താഴെയും അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടതിന് താഴെയുമെല്ലാം ഈ ഒരു പീഡന ആരോപണ വിധേയവുമായി ബന്ധപ്പെട്ട് ആളുകൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇട്ടിട്ടുള്ള ഈ ഒരു പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് കമന്റുകൾ ഇടുന്നത്. അത് നെഗറ്റീവ് കമന്റുകളുണ്ട്, പോസിറ്റീവായിട്ടുള്ള കമന്റുകളുണ്ട്. ചില കമന്റുകൾ ഞാനിവിടെ വായിക്കാം. നന്മമരം വാഴുക, താങ്കൾ കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്നില്ല, കുറ്റവാളിയല്ലെന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്. താങ്കൾ വരണം, ഓണമാണ് വരാൻ പോകുന്നത്. പച്ചക്കറി അടക്കം എല്ലാത്തിനും വില വർദ്ധിക്കുന്ന കാലമാണ്. താങ്കൾ മുന്നിൽ നിന്ന് പോരാടിയാലേ പച്ചക്കറിയുടെ വില കുറയൂ. ബർഗർ മാത്രം കഴിക്കുന്ന അമേരിക്കയിലെ ജനങ്ങൾക്ക് വിലവർധന പ്രശ്നമല്ല. പെട്ടെന്ന് തിരികെ വരൂ. നന്മ മാത്രം ആഗ്രഹിക്കുന്ന ജയേട്ടന് ഈ ഒരു അവസ്ഥ വന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാം ശരിയായി ജയേട്ടൻ പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഒരു കമന്റ്. നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് സ്വയം പറഞ്ഞാൽ ലോകം വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ സ്വന്തം വീട്ടുകാർ പോലും വിശ്വസിക്കാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾ നിയമപരമായി തെളിയിക്കണം നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നും നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആരോ ചെയ്തതാണെന്നും അപ്പോൾ മാത്രമേ ലോകം ഇനി നിങ്ങളെ അംഗീകരിക്കൂ. ഒരുപക്ഷെ സ്വന്തം ആളുകൾ പോലും. അതുകൊണ്ട് നിയമ പോരാട്ടം തുടരുക, അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരിക. ഹാപ്പി ബർത്ത്ഡേ എന്നും പറയുന്നുണ്ട്. ഓവർ നന്മമരം കളിക്കുന്നവരെ സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. ടോയ്ലറ്റ് സ്റ്റാർ ജയേട്ടൻ കീ ജയ്. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പച്ചക്കറിക്ക് വില കൂട്ടരുത്. മെഗാ ടോയ്ലറ്റ് സ്റ്റാർ ജയസൂര്യ എന്നൊക്കെ ഭയങ്കരമായിട്ട് ട്രോളുന്ന രീതിയിലുള്ള കമന്റുകളും വരുന്നുണ്ട്. എന്നാൽ താങ്കൾ എന്താണ് ഇപ്പോൾ ഉന്നയിച്ചു വന്നിട്ടുള്ള ഒരു ആരോപണത്തിന് പിന്നിൽ എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് താങ്കൾ തെളിയിക്കണമെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും രണ്ട് തരത്തിലും കമന്റുകൾ വരുന്നുണ്ട്. നിരവധി ആളുകളാണ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഇന്ന് എൻ്റെ ജന്മദിനമാണ്, ആശംസകൾ നേർന്ന എല്ലാവർക്കും നന്ദി. വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ്. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ 2 വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി മറ്റേതൊരു വ്യക്തിയെ പോലെ അത് എന്നെയും തകർത്തു, എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായി ദുഃഖത്തിലാഴ്ത്തി. എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി. മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും. ജയസൂര്യ പറയുന്നു, ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്ക് നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം. മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാവരുതെന്നേയുള്ളൂ. പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ. എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചിതമാണ്. ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ് ഉടൻ ഞാൻ തിരിച്ചെത്തും. നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണ്ണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ജയസൂര്യക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കേസായതിനാൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് അന്വേഷണ സംഘങ്ങൾ.